അത് ജാടയും ചാട്ടവും എടുക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ ദീപയും ഞാനുമായിട്ട് നല്ല ഇരിപ്പാണല്ലോ, നീ അതങ്ങ് ഡിലീറ്റ് ചെയ്തേ എന്ന് പറഞ്ഞാൽ മതി. എന്നോട് വിനു പറഞ്ഞതൊക്കെ വേറെ രീതിയാ കേട്ടോ. അതുകൊണ്ടൊന്നുമല്ല ഞാനത് കളഞ്ഞത് കേട്ടോ. അപ്പൊ അങ്ങനെ പോയിട്ടില്ല, എനിക്കറിയാം. അപ്പൊ ഞാൻ പോയി അപ്പൊ ഇട്ടിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് കൊച്ചു ഇല്ലായിരുന്നേ. എന്തോ എന്തോ ആ അവിടെ ചെന്നൈയിലാണ് ഭയങ്കര ആ ആ ആ ആ ആ ആ ആ എനിക്കെതിരെ കൊടുക്കാൻ വലിയ പ്രശ്നമാണെന്ന് എനിക്കറിയാം. ആ എവിടെ കൊടുക്കാനാ പറഞ്ഞത്? എവിടെ കൊടുക്കാനാ പറഞ്ഞത്? ആരാ മോളെ പറഞ്ഞത്? ആരൊക്കെയാ? ആ അത് ശീലനുണ്ടോ? ശീലൻ പറ ശീലനുണ്ടോ? അത് പറയുന്നതെന്തോ അപ്പൊ ഇവന്മാർക്കൊക്കെ എന്നെ എങ്ങനെങ്കിലും ഒക്കെ ഇതാക്കി എന്റെ സ്വത്തുമുതൽ പഠിക്കണം. ഇവൻ ആരാ ശീലനൊക്കെ ഇവിടെ കയറി ഭരിക്കാൻ? ശീലം പറഞ്ഞു. ആ ശീലം പറഞ്ഞു പറഞ്ഞു. എന്തോ ആ ശീലം പറഞ്ഞെന്നാണ് കൊച്ചു പറഞ്ഞത്. ആ ആ ശീലം പറഞ്ഞ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യും. ആ എന്നെ ഏതാണ്ടൊക്കെ അങ്ങ് പോലീസിൽ കൊണ്ടായിരുന്നോ എന്തുവാ? ആ ആ ബാക്കി പലരുടെ പേര് പറ. അതിനെന്തോ പേര് പറയുന്നത്? അല്ല അതിനെന്താ ഞാൻ ഇത്രയും പറയുന്നത് എന്താ നമ്മോട് പറ. ലവ പറയുന്നത് ഞാൻ കേട്ടു. എന്തോ ബേബി പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. പറഞ്ഞില്ലയോ തോട്ടാനി ബേബി? ആ ആ ആ ആ ആ ഇല്ല. ആ ഉം ഉം ആ ആ ആ ആ അപ്പഴേ പാർവതി ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിത് കോടതി കൊടുക്കുമ്പോൾ പാർവതി അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നെ പിടിച്ചോണ്ട് പോകാൻ നോക്കുന്ന സമയത്ത് പാർവതി ഉണ്ടായിരുന്നല്ലോ. അമ്മ അതിനാ നിന്നെന്നുള്ളത് പാർവതിക്ക് അറിയാലോ. അന്നേരം അത് പറയണം കേട്ടോ. പറയാൻ പറ്റുമല്ലോ. അത് പറയാൻ പറ്റുമല്ലോ. ഇവന്മാരെന്തുദ്ദേശിച്ചാ അവിടെ നിന്ന്? ഇവന്മാരാരും എന്നെ പിടിച്ചോണ്ട് പോകാനൊക്കെ എന്താ നിങ്ങൾക്ക് വല്ലതും കണ്ടിട്ടുണ്ടോ? എനിക്ക് എന്തോ ഭ്രാന്തെടുത്ത് ഓടുന്നത് വല്ലോ? നിങ്ങൾക്കറിയാലോ അവിടെ എന്തെല്ലാം നടക്കുന്നുണ്ടെന്ന് അറിയോ ഇല്ലയോ? എനിക്കെതിരെ അവിടെ പലതും നടക്കുന്നുണ്ടെന്നും അവിടെ വെച്ച് അങ്ങനെയാണെങ്കിൽ അതിനെക്കാട്ടി മുന്നേ പരാതി സോമരാജനെതിരെ പത്മജനെതിരെ പലപ്പോ പോകേണ്ട സമയം കഴിഞ്ഞു. ആണോ അല്ലയോ? അതല്ല അവന്മാരല്ലേ അവിടെ ചീത്ത വിളിക്കൊണ്ട് നടക്കുന്നത്? എന്തോ ഞാന് അതുപോലെ എന്തോ ഇന്ന് കുംഭഭരണിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അതിനെ കുറിച്ച് അവൻ ചോദിക്കാം. എത്ര പ്രാവശ്യം അവൻ എന്നോട് പിടുത്തത്തിന് വരാൻ നോക്കി ഈ സോമരാജൻ എന്ന് പറയുന്നവൻ. ആ ആ ആ ആ ആ ആണല്ലോ. യുവമാർക്കെന്തോ എന്റെ പറയും ഇങ്ങനെ ഇതാക്കണമെന്ന് രോഗം ശീലനും സോമരാജനും അനുവിനും ഒക്കെ പത്മജനും ഒക്കെ അങ്ങനെ അവരുടെ വീട്ടിൽ
കാര്യം നോക്കട്ടെ. എന്ത് ഞാൻ അവന്മാരുടെ വീട്ടിലെങ്ങാണ്ട് പോന്നു, അവന്മാരുടെ വീട്ടിലെങ്ങാണ്ട് പോയവരെ പറയുന്നു. അവന്മാർ എന്റെ വീട്ടിൽ വന്ന് കയറി ഇരുന്നതും അല്ല, എന്റെ നിന്റെ കയറി ഇരുന്നേച്ച് അവന്മാർ എന്റെ വീട്ടിൽ നിനക്ക് കയറി ഇരുന്ന എന്തിനാ നിനക്ക്? അവരെന്തിനാ കയറി ഇരുന്നേച്ച് എന്നെ കുറിച്ച് കലാശി കളയാൻ ഉണ്ടാക്കാൻ ഞാൻ ആരധികാരം കൊടുത്തു? അവിടെ വന്ന് ആ ചാമൂട്ടിലെ വീടിന്റെ അവിടെ നിൽക്കുന്നത് ഞാൻ വരുന്നുണ്ട്. അവൻ അവിടെ നിൽപ്പില്ലായിരുന്നു. ആ ഫോൺ ശ്രദ്ധിച്ചിരിക്കുവോ? അവിടോട്ട് നോക്കിയല്ല, ഞാൻ എന്റെ വീടിന്റെ മുന്നിൽ അവൻ നിൽക്കുന്നു എന്നുള്ളതാ കഥ. ഇവൻ ഇവിടുത്തെ ആളുകളാണോ ശീലന്? ഇവിടെ അവനെ കെട്ടി ഉണ്ടോ? ഇവന്മാർക്ക് പല കഥകളാ. ജീവിക്കാൻ പറ്റില്ല. ഇവന്മാരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അല്ലേ? ശീലനോട് ബ്രാഹ്മൂട്ടിലെ എന്താ ആ വീടിന്റെ മുന്നിൽ വന്ന് എന്താ ആ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ഇവിടെ പണ്ട് എനിക്ക് ക്യാമറ ഉണ്ടായിരുന്നു. നോക്കറിയില്ലേ വെളിയില് ആ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്നു എന്നുള്ള കഥകൾ അവരുണ്ടാക്കുന്നത്. ഇപ്പം അവിടെ ക്യാമറ ഉണ്ടോ? നമുക്ക് ഇല്ലല്ലോ. അടിച്ചു പൊട്ടിച്ചു വെച്ചിരിക്കുകയോ? ഇവരെന്തോ അവിടെ ഏതോ ഹിഡൻ ക്യാമറ ഏതാണ്ടൊക്കെ കാണുന്ന രീതിയിൽ എന്തോ അവിടെ വെച്ചിട്ടുണ്ട് ഇവന്മാര്. ഇപ്പൊ ഉണ്ടല്ലോ നമുക്ക് കണ്ണിപ്പോലും കാണാത്ത ഹിഡൻ ക്യാമറകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള എന്തോ അവന്മാർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനാണ് ഇങ്ങനെ പല നമ്മൾ അവിടെ ഇറങ്ങുന്ന ഇവന്മാരുടെ ഡ്രാമയൊക്കെ ആദ്യമായിട്ടാണ് പലതും ചെയ്യുന്ന ഇവന്മാര്. നിങ്ങൾക്ക് അറിയാവോ? ഇവനാരാ അറിയാവോ? ഇവനാരാ എന്നെ കുറിച്ച് കഥയുണ്ടാക്കാൻ ശീലെന്ന് പറയുന്നത്? ഇപ്പൊ പിന്നെ നിൽപ്പ് തുടങ്ങിയ എന്നായിട്ട് ഞാൻ ഇത് മുമ്പേ ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മന്ദിരത്തിൽ എന്ന് വരാൻ തുടങ്ങി അന്ന് ഇവന്ന് അവിടെ നിൽപ്പ് നിന്നായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ വരാമായപ്പോ അവൻ ഇന്നലെ 2 ദിവസം മുന്നേ അവൻ അവിടെ ഇറങ്ങി നിൽക്കുന്ന കണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഫോൺ എടുത്തോണ്ട് പോയി ഞാൻ അവിടെ പറഞ്ഞ് എന്റെ വീടിന്റെ മുന്നിൽ ഇവിടെ ആരും നിൽക്കുന്നില്ല എന്ന് അപ്ലോഡ് ചെയ്ത് കഴിയാൻ ഇവൻ അവിടുന്ന് മാറി കേട്ടോ. അവർക്ക് ഉടനെ അറിയാൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊക്കെ എങ്ങനെ അറിയുന്നതാണ് പാർവതി? പക്ഷേ ഇവന്മാർ ഇവന്മാർ ഉള്ളിലിരിപ്പ് വേറെ നമ്മളോട് ചിരിച്ചു കാണിക്കുകയും നമ്മളെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുമെന്ന് ഉദ്ദേശിച്ചില്ലേ പണ്ട്? ആ പരിപാടി ഇവന്മാരെ കയ്യിലിരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇവന്മാര് വലിയ കള്ളന്മാരാ. ഇനി വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കളഞ്ഞേക്കും കേട്ടോ. പക്ഷെ ഇല്ല, ഒരെണ്ണം അവിടെ നിന്ന് എനിക്ക് കിട്ടി, അത് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അതുപോലെ പല ഞാൻ പറഞ്ഞാൽ അവിടെ പല ഡ്രാമകളും നടക്കുന്നുണ്ട്. ഞാൻ എന്തോന്നറിയാവോ? ഇവിടെ എന്റെ വൈഫൈ കളഞ്ഞേച്ച് എന്റെ ഇത് സഹദേവമന്ദിരം എന്നാണ് എന്റെ വൈഫൈയുടെ പേര്. അത് എന്റെ ഫോണിൽ ഇല്ലാത്ത സമയത്ത് ഈ ചില ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ മൈക്കിന്റെ വോളിയം കൂടും പിന്നെ കുറയും. ചടയത്തിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം കൂടുമ്പോ ഞാൻ ഈ ഇവിടെ തന്നെ എനിക്ക് സഹദേവന്റെ ഈ വീട്ടിൽ തന്നെയാണ്. കുറച്ച് വെക്കുമ്പോ ഞാൻ എവിടെയോ ദൂരെ എവിടെ കണ്ടെന്ന് വെച്ചാൽ ഏതോ ശീലന്റെയോ മറ്റേ മക്കളുടെ ഒക്കെ വീട്ടിലാണെന്നൊക്കെ ഉള്ളതാണ് കഥകളി ഇവന്മാരുണ്ടാക്കുന്നത്. ഇവന്മാരാണ് എന്നെ കുറിച്ച് അങ്ങനെ കഥ ഉണ്ടാക്കാൻ. ഇതൊക്കെ അതിനെ കുറിച്ചുള്ള കഥകള്. ഇവന്മാർ അങ്ങനെ കഥ ഉണ്ടാക്കുന്നത് ശരിയാണോ പാർവതി? ഇവന്മാരാണ് എന്നെ കുറിച്ച് അതേ ഉള്ളു. ഞാനെങ്ങും പോകാറില്ല. ഇങ്ങനെ കഥകളാ. നമ്മള് ഇത് പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്തേറിലോട്ട് ചെന്നാലും ഉടനെ ശീലൻ അവിടെ വരുമായിരുന്നു. എന്തായാലും നമ്മുടെ പുറകിൽ ഇങ്ങനെ നിൽക്കും. എന്നുവെച്ചാൽ അവിടെ ക്യാമറ ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ പലതും നമ്മൾ അതുപോലെ ഈ സെക്രട്ടറി വന്നിട്ടുണ്ട്. ഈ സെക്രട്ടറി പലപ്പോഴും ഈ സോമനാഥന്റെ വീട്ടിൽ കയറി ഇരിക്കും. എന്നിട്ട് ഞാൻ വെളിയിലോട്ടൊക്കെ ഇറങ്ങുന്നത് ഇവരുടനെ അങ്ങനെ സെക്രട്ടറിയുടെ പല സെക്രട്ടറി ഇവിടെ കയറി ഇരിക്കുന്നതിന്റെ എന്റെ റെക്കോർഡുണ്ട്. ഈ പ്രധാനമന്ത്രി മിക്ക ദിവസം വന്നിരിക്കുന്നത്. അതുപോലെ പിന്നെ കഥ ഉണ്ടാക്കാൻ വരുന്നതിനാണ് കുളിച്ചടി മണി എന്ന് പറയുന്നവൻ. അവന് നെതേന്ന് പറയുന്നവളാ അവിടെ കയറി അവന്മാരുടെ കൂടി ഇരുന്നിട്ട് അവൾ ഞാനായിട്ട് അഭിനയിക്കുകയാണ്. എന്നിട്ട് ഇവന്മാര് കയറിയിരിക്കുക. ഇതെവിടെ നടക്കും പാർവതി? ഇങ്ങനത്തെ കഥകള്. പിന്നെ അടിച്ചെന്നെ വീർപ്പിക്കുക. ഞാൻ ഈ ചേന മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോഴും നമ്മളെ അടിച്ച് വീർപ്പിച്ച് വെച്ചിരിക്കുക. വയറെല്ലാം കൂടി ഇങ്ങനെ വീർപ്പിച്ച് ഞാനല്ല ഇവിടെ വേറെ ആരാണ്ടാകും. അങ്ങനെയൊക്കെയുള്ള പല പല കഥകളാണ് ഇവന്മാർക്ക്. ആൾമാരോടെ കണ്ടിട്ട് ആള് പറയുന്നുണ്ട് ഇങ്ങനെ എന്തൊക്കെ വരും ഈ ഗ്യാസ് ഇങ്ങനെ എന്നിട്ട് ഇവര് അടിച്ച്